ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത്. അതായത് ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ മിക്സിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിതുപോലുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിലല്പം ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതുപോലുള്ള വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കേക്ക് ടിന്നൊക്കെ ഇറക്കി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് നേരിട്ടാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഈ ഒരു മെത്തേഡിൽ തന്നെ കുക്കറിലേക്ക് വേണമെങ്കിലും നേരിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഈ പാനിലേക്കായും വേഗത്തിൽ കുക്കറിൽ ബേക്കായിട്ട് കിട്ടും കേട്ടോ. ആവി നന്നായിട്ട് നിൽക്കുന്നത് കാരണം. അപ്പോൾ ഇതിന് ഈ ഒരു ലിഡിന് ചെറിയൊരു ഹോളുണ്ട്. അത് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ്, ആവി ഒട്ടും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ, നമ്മളിത് ഏതായാലും അടിച്ചെടുക്കുകയല്ലേ. പിന്നെ 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് തണുപ്പുള്ള പാൽ എടുക്കരുത് കേട്ടോ, റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം എടുക്കുക. അതുപോലെ തന്നെ മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടന്നെ ആ തണുത്ത മുട്ട ഉപയോഗിക്കരുത്. മുട്ടയും പാലും അതുപോലെ ഉപയോഗിക്കരുത്. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടർ 1/4 കപ്പ് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക, മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. ഇനി നമുക്കിത് മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിപ്പയിലൂടെ തന്നെയാണ് ഒന്നും കൂടെ അരിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. ആദ്യം അല്പം ഇട്ട് കൊടുത്ത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്താൽ മതി. കട്ടയൊന്നും കെട്ടാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പൊടികളൊരു 3 ബാച്ചായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഹാഫ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ പകുതി മാറ്റി വെച്ച മാവിലേക്ക് അല്പം കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഡാർക്ക് കൊക്കോ പൗഡറാണ്. അപ്പോൾ ലൈറ്റ് കൊക്കോ പൗഡറൊക്കെ ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, എന്നാലേ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ട് ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ 2 ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കേക്ക് ടിന്നിൽ ഇതുപോലെ ഓവനില്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ബേക്ക് ചെയ്തെടുക്കുന്നത് വീഡിയോസൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എങ്ങനെയെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഉരുളിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടൊക്കെ ബേക്ക് ചെയ്തെടുക്കാം.
ഇനി ഇതുപോലെ ഓരോ തവി മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിന് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വാനില ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, പിന്നെ ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഈ മാവ് തീരുന്നത് വരെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒക്കെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ലിഡിൻ്റെ ആ ഹോള് ഒരു പേപ്പർ വെച്ചിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ പഴയ ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കറിലൊക്കെ നേരിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ബേക്ക് ചെയ്യാൻ വെക്കുകയാണെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒരു പഴയ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വേണം കേട്ടോ വെക്കാൻ. പിന്നെ ബേക്കിങ്ങിൻ്റെ ടൈം ഓരോരുത്തരും എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചാണ് കേട്ടോ. കുറച്ച് വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒരു 35-45 മിനിറ്റിനുള്ളിലൊക്കെ ബേക്കായി കിട്ടും. അതുപോലെ കുക്കറിലാണെങ്കിലും ആ ഒരു ടൈമിനുള്ളിൽ ബേക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ കുറച്ച് ചെറിയൊരു പാത്രമാണ്, അതുകൊണ്ട് കുറച്ച് ഹൈറ്റുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് സമയം വേണം ഇതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 30 മിനിറ്റ് കഴിയാതെ നിങ്ങളത് തുറന്ന് നോക്കാനേ പാടില്ല കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയിട്ട് മുകൾ ഭാഗത്തുള്ള ഒട്ടലൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ മുകൾ ഭാഗം ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാന് കുറച്ച് ചെറിയ പാനായതുകൊണ്ട് കുറച്ച് ഹൈറ്റുള്ളൊരു കേക്കുമാണിത്. അപ്പോൾ ഒരുപാട് സമയം വന്നിട്ട് അത് ബേക്കായി കിട്ടാൻ. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാവ് എടുക്കുന്നതിൻ്റെ ആ ഒരു അളവിനനുസരിച്ചുള്ള പാത്രത്തിലാണെങ്കിൽ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ ഒരു 45 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ എന്തായിട്ടും ബേക്കായിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ സാധാരണ എന്തെങ്കിലും പാനിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ ഉരുളിയിലോ എന്തെങ്കിലും ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അടിയിലുള്ള ബട്ടർ പേപ്പറും കൂടെ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മറ്റ് പാത്രത്തിലൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ അടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അടി കരിഞ്ഞു പോകുന്നില്ല. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിതുപോലൊരു വയർ റാക്കിൽ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതാ കേക്ക് ഇവിടെ നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ നല്ല മാർബിളിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്